ജനാധിപത്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ജയിച്ചയാളെക്കുറിച്ച്, ഭൂരിപക്ഷത്തിൻ്റെ പ്രതിനിധിയെക്കുറിച്ചുള്ള ആവേശത്തോടു കൂടിയുള്ള ഓർമ്മകളല്ല. പകരം തോറ്റുപോകാൻ ഒരാൾ അവിടെയുണ്ട് എന്നുള്ളതും തോറ്റുപോയ ഒരാളെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ്, എണ്ണത്തിൽ കുറഞ്ഞു പോയ ഒരാൾ അവിടെയുണ്ട് എന്നുള്ള ഒരു തോന്നലിൻ്റെ പേരാണ്, അയാളെ കൂടി പരിഗണിക്കണം എന്നുള്ളതിൻ്റെ പേരാണ് ജനാധിപത്യം. എപ്പോഴും ഗാന്ധി പറയുന്ന വാക്കുകളുണ്ട് താലിസ്മാനിൽ, നിങ്ങൾക്ക് എപ്പോഴും ആശയക്കുഴപ്പം ഒരു കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സമൂഹത്തിൽ ഏറ്റവും ദുർബലനായ മനുഷ്യൻ്റെ അത് ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ചെയ്യുമോ എന്നറിയുക. ഒന്ന് മാറ്റിയാൽ നിങ്ങൾ നോക്കൂ, സമൂഹത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലനായ, എണ്ണം കൊണ്ട് കുറവായ ഒരു മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ അത് മാറ്റിവെക്കാമെന്ന് തീരുമാനിക്കുന്നിടത്താണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കിടക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ജീസസ് ക്രൈസ്റ്റ് ഉണ്ടാവുന്നത്, നമ്മുടെ ഉള്ളിൽ പ്രവാചകൻ ഉണ്ടാവുന്നത്, നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടാവുന്നത് എന്നതാണ് എൻ്റെ പക്ഷം. അതല്ലെങ്കിൽ ഇവിടെ ഒന്നും ഇത് ഉണ്ടാവില്ല. ദൈവം ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ സാത്താന്മാരിയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ വേണമോ എന്നുള്ളത് വിശാലമായൊരു ചോദ്യമാണ്. അത് നമുക്ക് മറ്റൊരു വേദിയിൽ ചർച്ച ചെയ്യാം. ഇവിടെ വന്ന് നമ്മൾ സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് മാത്രം പറഞ്ഞല്ല പോകേണ്ടത്. പക്ഷേ ഇപ്പോഴും നമ്മളുടെ സങ്കല്പം എന്ന് പറയുന്നത് ഈ പണിശാലകളിലും വായനശാലകളിലും കലാലയങ്ങളിലും ദൈവത്തെ കൂട്ടുപിടിച്ച് ആരും വരാതിരിക്കുക, അവിടെ ആ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായി പഠിക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്യട്ടെ എന്നുള്ളതാണ്. തിരിച്ചറിവെത്തി എന്ന് ബോധ്യമാവുന്ന ഘട്ടത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാൻ കഴിയണം.